ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അതുപോലെ തന്നെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇത്രയും ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം ഞണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞണ്ട് വാങ്ങിക്കുമ്പോൾ നല്ല വലുപ്പമുള്ളത് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചത് എടുക്കാം. ഒരു 2 ഉള്ളി, വലിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 400 ഗ്രാം ഞണ്ടൊക്കെ ഉണ്ടെങ്കിൽ 2 3 വലിയ ഉള്ളി എടുക്കാം. പിന്നെ നമുക്കൊരു 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, ഒരു പിടിയോളം ചെറിയുള്ളി അരിഞ്ഞെടുത്തത്, കറിവേപ്പ്, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്, ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വലിയ ഉള്ളിയും കൂടെ ചേർത്ത് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകവും കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച പെരുംജീരകവും കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഞണ്ടിൻ്റെ അതേ അളവ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 20 മിനിറ്റാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 20 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് അടുപ്പൊന്ന് മാറ്റി വയ്ക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഞണ്ട് റോസ്റ്റാണിത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്കിതിൻ്റെ ഇങ്ങനെയുള്ള ടേസ്റ്റാണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്